ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇന്ന് നോക്കാൻ പോകുന്നത് നാടൻ കോഴി വളർത്തലാണോ അല്ലെങ്കിൽ മുട്ടക്കോഴി വളർത്തലാണോ കൂടുതൽ ലാഭം. നമ്മൾ സാധാരണ എല്ലാ കോഴി വളർത്തുന്ന ആൾക്കാരും എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴി വളർത്തലിലേക്ക് വരുന്നത്. അത് ശരിയല്ലേ? നിങ്ങളും എന്നെപ്പോലെ തന്നെ ഈ ചെറിയ എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടി തന്നെയല്ലേ ഇതിലേക്ക് വരുന്നത്. പിന്നെ ഹോബി ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, പക്ഷെ നമ്മൾ അത് നോക്കുന്നില്ല. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഹോബി, ഈ ഒന്നാമത് ഈ കോഴി വളർത്തലിന് ഹോബിയാണ് മെയിൻ. അപ്പോൾ അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റൂ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇത് രണ്ടും കൂടി നമുക്ക് അനലൈസ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇന്ന് വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും, നാടൻ കോഴിയാണോ നമ്മൾ മുട്ടക്കോഴിയാണോ ലാഭം എന്നുള്ളത്. നമ്മളിപ്പം നോക്കുവാണെങ്കിൽ നമ്മൾ രണ്ട് വ്യത്യസ്ത ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു അനുഭവം കൂടി ഞാൻ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം മുട്ടക്കോഴീൻ്റെ കാര്യം പറയാം. ഞാൻ ആദ്യം ചെയ്തത് മുട്ടക്കോഴിയായിരുന്നു. അപ്പോൾ മുട്ടക്കോഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡ് സെലക്ഷൻ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. നല്ല ബ്രീഡിനെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ മുട്ട ഉൽപ്പാദനം നമുക്ക് വേണ്ടിയെങ്കിൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത് നമ്മൾ നല്ലൊരു ബ്രീഡിനെ സെലക്ട് ചെയ്യണം. അതിന് നമുക്ക് BV380 പോലത്തെ ഒരു ബ്രീഡിനെ സെലക്ട് ചെയ്തു. പിന്നെയെന്ന് വെച്ചാൽ തീറ്റക്രമമാണ്. അപ്പോൾ ഡെയിലി അതിന് നല്ല രീതിയിലുള്ള തീറ്റ കൊടുക്കണം. അപ്പോൾ തീറ്റ എന്ന് പറയുമ്പോൾ BV380 തീറ്റ എന്ന് പറയുന്നത് ലെയർമേഷൻ മുട്ടത്തീറ്റ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ് അങ്ങനെ അല്ലറ ചില്ലറ ഇതൊക്കെ കൊടുക്കാം. പക്ഷേ മെയിനായിട്ട് തീറ്റ കറക്റ്റായിട്ട് കൊടുക്കണം. BV380 ഒരു ദിവസം നമ്മൾ കൊടുക്കേണ്ടത് 110 ഗ്രാം, ഒരു കോഴിക്ക് 110 ഗ്രാം. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ അടുക്ക ഒരു 10 കോഴിയുണ്ട്. 10 കോഴി നാടനും 10 കോഴി BV380, ആ ഒരു കണക്ക് വെച്ചിട്ട് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ 10 BV380 ഞാൻ ഡെയിലി ഒരു 110 ഗ്രാം വെച്ച് തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കിലോ 100 ഗ്രാമോ 100 എന്നുള്ളൊരു കണക്കിൽ ഡെയിലി തീറ്റ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നമുക്ക് ഒരു 35 രൂപ വെച്ച് ഒരു കിലോക്ക് മുട്ടത്തീറ്റൊക്കെ കൂട്ടുന്നതാണെങ്കിൽ ഒരു ദിവസം ഏകദേശം ഒരു 38 റുപ്യ 50 പൈസയൊക്കെ വരും. നമുക്കൊരു ആവറേജ് 38 റുപ്യ നമുക്ക് തീറ്റേൻ്റെ ഒരു ചിലവ് നോക്കാം. അതാണ് നമുക്ക് ടോട്ടലായിട്ട് ഈ 10 കോഴിക്ക് ഒരു ദിവസം 1 കിലോ തീറ്റ വെച്ച് കൊടുക്കുമ്പോൾ 38.50 പൈസ നമുക്ക് ഒരു ദിവസം തീറ്റ ചിലവ് മാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു മാസത്തെ കണക്കായിട്ട് നോക്കുവാണെങ്കിൽ ഒരു 30 ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു തീറ്റ ചിലവ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 1150 രൂപ ഒരു മാസത്തേക്ക് നമുക്ക് 1150 രൂപ തീറ്റ ചിലവ്. ഈ 10 കോഴിക്ക് ഒരു മാസത്തേക്ക് 1150 രൂപ തീറ്റ ചിലവ് വരുന്നത്. അപ്പോൾ നമുക്ക് കോഴി മുട്ടയിടാൻ തുടങ്ങി. നമ്മൾ ഇതിനു മുമ്പ് കണക്ക് കാര്യങ്ങളൊന്നും നമ്മളിത് ഫുള്ള് പ്രോഫിറ്റും കാര്യങ്ങളൊന്നും നോക്കുന്നത്. ഞാൻ ഏകദേശം ഒരു ഐഡിയേൻ്റെ ഒരു കണക്കാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ചെറിയൊരു കണക്ക് മാത്രമേ ഇവിടെ ഇതാക്കുന്നുള്ളൂ. അതിൻ്റെ അത് കുറേ മാറ്റങ്ങളുണ്ടാവാം. പക്ഷേ നമുക്ക് ചെറിയൊരു ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെറുങ്ങനെ നിങ്ങൾക്കൊരു എന്താ പറയണ്ടേ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ ഇതിന് മുമ്പത്തെ ചിലവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇതിന് മുമ്പത്തെ കോഴിനെ വാങ്ങുന്ന ചിലവ്, അതിനെ കൊണ്ടുവരുന്ന ചിലവ്, പിന്നെ തീറ്റ ചിലവ്, അതുവരെയുള്ള തീറ്റ ചിലവ് അതൊന്നും നോക്കുന്നില്ല. നമ്മൾ ഇപ്പം ഈ ഒരു ലാഭക്കണക്ക് മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. നമ്മൾ ഫുള്ള് A to Z കാര്യങ്ങൾ നോക്കുന്നില്ല. ഇപ്പം നമ്മൾ ഈ കോഴിയെ വളർത്തിയിട്ട് മുട്ടേൻ്റെ ആ ഒരു ബിസിനസ്സും ആ ഒരു ലെവൽ മുതലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ കോഴി മുട്ടയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 10 കോഴിയാണല്ലോ, 10 BV380 അധികം നമുക്ക് പട തന്നെ ഉണ്ടാവുക. പൂവനുണ്ടെങ്കിൽ ആ പൂവനെ അവിടെ നിന്ന് മാറ്റിക്കോണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് 10 കോഴി മുട്ടയിടാൻ തുടങ്ങി. അപ്പോൾ ഈ 10 കോഴീൻ്റെ അന്ന് ഏവറേജ് നമുക്ക് ഡെയിലി ഒരു 8 മുട്ട വെച്ചിട്ട് നമുക്ക് കിട്ടും. അത് കിട്ടണം. അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അതിൽ കടിച്ച് തൂങ്ങി നിന്നിട്ട് കാര്യമില്ല. കാരണം എന്നാലേ നമുക്കിത് ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ വേറൊരു കാര്യം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മളിപ്പോൾ ചിലപ്പോൾ കോഴിയെ വളർത്തുമ്പോൾ ഈ BV380 വാങ്ങിയിട്ട് ആ കൂട്ടുന്ന് മുട്ടയിടാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്യണേ. അപ്പോഴൊക്കെ നമുക്ക് കറക്റ്റ് റിസൾട്ട് വരാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് ആ കൂട്ടുന്ന് നമുക്ക് ഒരു 5 മുട്ട 6 മുട്ടയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ ബാച്ചിനെ അവിടെ വെച്ചിട്ട് പിന്നെ കാര്യമില്ല. ആദ്യം കുറച്ച് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നോക്കുക. അത് മാക്സിമം 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് അതിൻ്റെ റിസൾട്ടിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ പിന്നെ ആ കോഴിയെ അവിടെ വെച്ചിട്ട് ഒരു കാര്യമില്ല, നല്ല രീതിയിൽ നഷ്ടത്തിലേക്ക് പോകും. കാരണം തീറ്റ ചിലവ് നമുക്ക് മുതലാവില്ല. ഓക്കെ, മിനിമം നമുക്ക് ആ ഒരു കൂട്ടുന്ന 8 മുട്ട 7 to 8 നമുക്ക് ആ മുട്ട ആ കൂട്ടുന്ന കിട്ടാം. 10 കോഴിയുള്ള കൂട്ട് നമുക്ക് ഇത്രയും മുട്ട കിട്ടിയാലും മാത്രമേ നമുക്കിത് ലാഭമായിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 8 മുട്ട കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ 8 മുട്ട നമുക്ക് ഡെയിലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 8 ഇൻറ്റു ഒരു മാസത്തേക്ക് നമുക്ക് എത്ര ടോട്ടലി 240 മുട്ട കിട്ടും. ഓക്കെ, അപ്പോൾ 240 നമ്മൾ മുട്ട കിട്ടിക്കഴിഞ്ഞാൽ 250 മുട്ട കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുന്ന
ഒരു മാസത്തെ ടോട്ടൽ കണക്ക് ഇവിടെ പറയുന്നത്. നമ്മൾ കൊടുക്കുന്നത് 8 രൂപ വെച്ചിട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുക 1920 രൂപയാണ് ഒരു മാസത്തേക്ക് നമുക്ക് കിട്ടുക. ഇപ്പോൾ 10 രൂപയൊക്കെ വെച്ച് കൊടുക്കുന്ന 2400 കിട്ടും. പക്ഷേ നമ്മൾ ചെറിയൊരു പൈസ 8 രൂപ എന്നുള്ളൊരു കണക്കിൽ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ചിലപ്പോൾ ആൾക്കാർ വാങ്ങാൻ റെഡി ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ 240 × 8 എന്ന് പറയുമ്പോൾ നമുക്ക് 1920 രൂപയാണ് നമുക്ക് കോഴീൻ്റെ മുട്ടേൻ്റെ എന്നുള്ള ഒരു ടോട്ടൽ വരുമാനം. അപ്പോൾ അതിനാണ് നമ്മൾ തീറ്റ ചിലവ് 1750 കുറച്ച് കഴിഞ്ഞാൽ ഒരു 770 രൂപയാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, ഒരു 770 രൂപ നമുക്കിവിടെ ഒരു മാസം 10 കോഴിയിൽ നിന്ന് നമുക്ക് ലാഭമായിട്ട് എടുക്കാൻ പറ്റും. അതും നല്ല വൃത്തിക്ക് ചെയ്താലും മാത്രമേ നമുക്കിത് ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. പിന്നെ പല ആൾക്കാർ പറയുന്ന ഞാൻ കമൻ്റൊക്കെ ആയിട്ട് കാണാറുണ്ട്, ഇതൊന്നും പറയുന്ന കണക്കൊന്നല്ല, ഇത് എങ്ങനെയല്ല, ഇതൊന്നും ലാഭമല്ല. നമ്മൾ ഒറ്റൊരു കാര്യം ഇവിടെ ചിന്തിക്കേണ്ടുള്ളൂ. നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ മുട്ടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ ഇത് പണിയെടുക്കാവുന്ന ആൾക്കാർ പണിയെടുത്ത് അത് സക്സസ് ആക്കി എടുത്തിട്ട് തന്നെയാണ് ആ ലെവലിൽ ഇങ്ങോട്ടേക്ക് മുട്ട എത്തുന്നത്. പിന്നെ അവിടെ തീറ്റ ചിലവ് കുറച്ച് കുറവും കൂടിയാണ്. അത് ഞാൻ ഇവിടെ കുറച്ച് ഫാമിലേക്ക് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ 35 അവിടെ 20-25 റുപ്യക്ക് തന്നെ അവിടെ തീറ്റ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതങ്ങനെ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സെറ്റപ്പൊക്കെ നമുക്കും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ, അത് കുറച്ചും കൂടി ഹൈ റേഞ്ച് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഹൈ സെറ്റപ്പ് പരിപാടിയാണ്. നമ്മളിപ്പോൾ ചെറിയ കോഴി വളർത്തൽ മാത്രം നോക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കൃത്യമായിട്ട് അളവിൽ തീറ്റ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും കോഴി വളർത്തൽ ലാഭം തന്നെയായിരിക്കും. ഞാൻ 100% ഉറപ്പ് വരുന്ന കോഴി വളർത്തൽ ലാഭം തന്നെയായിരിക്കും ഇത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ കോഴീനെ ഞാൻ പറഞ്ഞല്ലോ, കോഴീൻ്റെ അന്ന് ഈ കൂട്ടുന്ന മുട്ട കിട്ടുന്നില്ല ഇതാക്കുന്ന, പിന്നെ നമ്മളെന്ത് ചെയ്യും, നമ്മളാ കോഴി കിട്ടുന്നില്ല, നമ്മളാ മുട്ടയും കോഴീനെയും കൂട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. വീണ്ടും ചിലപ്പോൾ 2, 6, 7 മാസം കഴിയുമ്പോഴേക്ക് നമുക്ക് തീറ്റ ചിലവ് പോയിട്ട് എന്നാന്ന് ഒരു 2 റുപ്യ 5 റുപ്യ പോലും നമുക്ക് ലാഭം ഉണ്ടാവില്ല. നമ്മളെന്ന് കഴിഞ്ഞാൽ നമ്മൾ കോഴിനെയും വിചാരിച്ചിട്ട് ദൈവം നാളെ മുട്ടയുടെ നാളെ ഇതായിരിക്കും, നാളെ മുട്ടേൻ്റെ എണ്ണം കൂടുമായിരിക്കും, അങ്ങനെ വെയിറ്റ് ചെയ്ത് പോകും. പക്ഷെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് മാക്സിമം ഓക്കെ ഇങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. 1-2 ഒരാഴ്ച 3 ആഴ്ച വരെയൊക്കെ നോക്കുക. അതിൽ മുട്ടയിൽ ഉൽപ്പാദനത്തിന് മാറ്റമില്ലെങ്കിൽ, ഈ പറയുന്ന കൂട്ടുന്ന 10 കോഴിയുള്ള കൂട്ടുന്ന ഒരു മിനിമം ഒരു 7-8 മുട്ട കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതിനെ വെച്ചിട്ട് കാര്യമില്ല. ഇറച്ചിക്കാണെങ്കിൽ ഇറച്ചിക്ക് കൊടുത്തേക്കുക, കിട്ടുന്ന പൈസക്ക് പുറത്തേക്ക് വരിക, അതാണ് ഏറ്റവും നല്ലത്. നമ്മളൊരു പരിപാടി തുടങ്ങുമ്പോൾ എല്ലാം സക്സസ് ആവണമെന്നൊന്നുമില്ല. കാരണം എങ്ങനെയല്ല അതിൻ്റെ അകത്ത് കുറച്ച് നെഗറ്റീവും കാര്യങ്ങളും എന്താ പറയണ്ടേ തോൽവിയൊക്കെ ആയിട്ട് കുറേ നമുക്ക് ഇതുണ്ടാകും. പക്ഷേ നമ്മളത് ഇത് മനസ്സിലാക്കി അടുത്തേക്ക് നമ്മളെന്താ പറയുക കുറച്ചും കൂടി സെറ്റപ്പിലേക്ക് മുമ്പിലേക്ക് പോവുക. അപ്പോഴാണ് നമുക്കിത് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റൂ. കാരണം അധികം ആൾക്കാരും ചെയ്യുന്നത് ഈ കോഴീൻ്റെ എന്ന് വെച്ചാൽ പിന്നെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് എന്ന് വെച്ചാൽ ഒരു കോഴി അവിടെ ഉണ്ടാവും. ആ ഒരു ബാച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടയിട്ട് കഴിയാറായ കോഴി ഉണ്ടാവുക. പിന്നെ അടുത്ത ബാച്ച് കൊണ്ടിട്ട് ചിലപ്പോൾ മുട്ടയിടാറായ കോഴിയേക്കും കൊണ്ടിടുക. എന്നിട്ട് തീറ്റ കൊടുക്കുമ്പോൾ എല്ലാവർക്കും തന്നെ കൊടുത്തിരിക്കും. പക്ഷേ ആദ്യത്തെ ബാച്ചിൽ നിന്ന് ചിലപ്പം കിട്ടും മുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് 5 കോഴീൻ്റെ ചിലപ്പോൾ ഇതിനകത്ത് 1-2 മുട്ട കിട്ടുന്നുണ്ട്. പക്ഷേ പുതിയ ബാച്ചിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഒരു 4-5 മുട്ട കിട്ടുന്നത്. പക്ഷേ അവരായിരിക്കും അതിൻ്റെ അന്ന് കിട്ടുന്നുണ്ടല്ലോ വെച്ചിട്ട് ആ കോഴീനെ അങ്ങനെ തന്നെ അവിടെ വെക്കൂ. അങ്ങനെ എനിക്കടക്കം പറ്റിയ അനുഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് നഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കോഴിയെ വളർത്തുമ്പോൾ എപ്പോഴും ആ കൂട്ടുന്ന കൃത്യമായിട്ട് മുട്ട കിട്ടുന്നില്ലെങ്കിൽ ആ കോഴിക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഫീഡിങ്ങിൽ എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോകൊണ്ടാണ് അത് പഠിച്ചിട്ട് എന്നിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ കൂട്ടുള്ള കോഴീനെ ഒഴിവാക്കിയേക്കുക. അത്രയേ ഉള്ളൂ. എന്നാലും മാത്രം നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ സ്വന്തം തനിനാടൻ കോഴിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്ന പോലെ തന്നെ ഞാനൊരു ഈ പറഞ്ഞ 10 കോഴി അവിടെ നിൽക്കട്ടെ, നമ്മളെ വീത്ത് റേറ്റ് 10 കോഴി മുട്ടക്കോഴി അവിടെ നിൽക്കട്ടെ. എന്നാൽ അതേ ഇതിൽ തന്നെ ഞാനൊരു 10 നാടൻ കോഴീനെ വാങ്ങി. അപ്പോൾ ഈ 10 നാടൻ കോഴീനെ വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു, മുട്ടയിടാറാണ് വാങ്ങിയത്. അപ്പോൾ എക്സ്പെൻസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നില്ല. ഇനി നമ്മളതിൻ്റെ ചെറിയൊരു ലാഭക്കണക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നാടൻ കോഴീനെ വാങ്ങിയിട്ട് 2 പൂവനും ഒരു 8 പട എന്നുള്ള കണക്കിലാണ് ഞാൻ വാങ്ങിയത്. അതിലിപ്പോൾ ഏകദേശം ഒരു 3 കോഴിയോളം അടിയായി. ഫസ്റ്റ് ഒരു ബാച്ച് ഞാൻ 3 കോഴീനെ അടയാക്കി, അടുത്തതിന് ഒരു 2 ഓക്കെ, അടുത്തതിന് ഒരു 3, അങ്ങനെ ആ ലെവലിൽ വെച്ച് ഒരു ഏവറേജ് അങ്ങനെ എൻ്റെ അടുത്ത് ഒരു 2-3 കോഴി അടയാവും. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കോഴി മുട്ടയിലിട്ട് അടയായി, ആ ഒരു 3 കോഴി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അടുത്ത ഒരു 5 എണ്ണത്തിന് ഞാൻ അട വെക്കുന്നില്ല, അത് അടുത്ത ബാച്ചിലേക്ക് വെക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ഓരോ മാസം ഇങ്ങനെ കോഴികൾ അട വെച്ച് കുഞ്ഞുങ്ങൾ വിരിയിപ്പിച്ചിറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് ഞാൻ മാറ്റിയത്. അപ്പോൾ നമ്മളെ ഈ നാടൻ കോഴി 3 എണ്ണം മുട്ടയിട്ടു. ഏകദേശം എന്ന് വെച്ചാൽ ഒരു 12 ആ റേഞ്ചുള്ള മുട്ടയൊക്കെ ഉണ്ടാവുക. 12-15 ആ റേഞ്ചിലൊക്കെ മുട്ട ഉൽപ്പാദനം ഉണ്ടാവും. ആ ഒരു ഇതിൽ അത്ര മുട്ടയോളം ഇടും. അപ്പോൾ ഒരു 12 എല്ലാം കൂടി ഒരു 36 മുട്ട ഞാൻ അടുപ്പിച്ച് വരും. അത് ഞാൻ അടവെച്ചു. അപ്പോൾ കോഴി 21 ദിവസം കൊണ്ട് മുട്ട വിരിയിപ്പിച്ചു. അപ്പോൾ മുട്ട വിരിഞ്ഞിട്ട്
ഏകദേശം നമുക്ക് എല്ലാം കൂടി എന്ന് പറയേണ്ട ആവറേജ് ഒരു 30 കോഴിക്കുഞ്ഞുങ്ങൾ കിട്ടിയെന്ന് വരിക. അതായത് ചില കുഞ്ഞുങ്ങൾ ചത്തുപോകാം. പക്ഷേ അങ്ങനെ നമ്മൾ വൃത്തിക്ക് നമ്മൾ കെയർ ഒക്കെ ചെയ്യുന്നതാണ്, നമ്മളൊന്നും നോക്കണ്ട, എല്ലാം തള്ളക്കോഴി നോക്കണം. അങ്ങനെയല്ല അധികം കുഞ്ഞുങ്ങൾ അങ്ങനെ ചത്തുപോകുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് 30 കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടിയുള്ളൂ. ഓക്കെ, അപ്പോൾ 30 എണ്ണം നമ്മൾ ഒരു മാസമൊക്കെ വളർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 4500 രൂപ നമുക്ക് അവിടെ ലാഭം കിട്ടും. ഈ നാടൻ കോഴീനെ നമ്മൾ ഒരു മാസം വളർത്തി കഴിഞ്ഞാൽ നമ്മളൊരു കോഴിക്കുഞ്ഞിനെ കൊടുക്കുന്നത് 150 രൂപ വെച്ചിട്ടാണ്. 150 രൂപ വെച്ചിട്ട് ഒരു കോഴീനെ കൊടുക്കുമ്പോൾ 30 കോഴിക്ക് 4500 രൂപ നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ ലാഭം കിട്ടും. ഓക്കെ, ഈ 4500 അകത്ത് അവർക്ക് നമ്മൾ തീറ്റ സ്റ്റാർട്ടർ അതൊക്കെ കൊടുക്കുമല്ലോ. ചില ആൾക്കാർ അതും കൊടുക്കില്ല. നമ്മളെന്ന് വെച്ചാൽ ആടെ പണ്ടത്തെ നാടൻ കോഴി എങ്ങനെ വളർത്തുന്നതെന്ന് അറിയാം. ഈ തവിടിൻ്റെ ഇതും മറ്റേ ചൂളി പോലത്തെയും പിന്നെ അതുപോലെ ഈ അരിൻ്റെ ഇത് ചെറിയ ചെറിയ കമ്പ് പോലത്തെയും അങ്ങനത്തെ ഒക്കെ കൊടുത്തിട്ട് പണ്ടത്തെ ആൾക്കാർ വളർത്തുന്നുണ്ട്. പക്ഷേ ഇപ്പം നമുക്കതൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടർ അങ്ങനത്തെ കൊടുത്ത് വളർത്തുന്നതായിട്ട് നമുക്ക് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 1000 രൂപ നമ്മൾ അതിൻ്റെ അകത്തൊരു ഫീഡിങ് കോസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 3000-3500 രൂപ ഒരു മാസം ഈ കോഴികളിൽ നിന്ന്, വെറും 10 കോഴികളിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ BV3 നമുക്ക് ഏകദേശം എത്ര പറഞ്ഞത് ഒരു 700-770 രൂപയാണ് നമ്മൾ ഈ 10 കോഴികൾ വളർത്തിക്കഴിഞ്ഞാൽ ഒരു മാസത്തെ ലാഭം കിട്ടുക. പക്ഷേ നാടൻ കോഴി വെറും 10 കോഴി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 3000-3500 രൂപ വരെ ഒരു മാസം നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് നാടൻ കോഴി വളർത്തുന്നതല്ലേ, ഇതാകുമ്പോൾ BV3 10 വളർത്തിയിട്ട് നമുക്ക് ആകെ ഇത്രയേ ലാഭമുള്ളൂ, എന്നാൽ നമുക്ക് നേരെ നാടൻ കോഴിയിലേക്ക് മാറിയാൽ പോരാ, അതല്ല ഏറ്റവും ലാഭം. അതായത് ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോതിൽ വളർത്തുന്നതാണെങ്കിൽ നാടൻ കോഴി ഓക്കെയാണ്. നാടൻ കോഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ ഒരു 100 ഈ ഒരു റേഞ്ചിലൊക്കെ വളർത്തുന്നതിന് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ 1000-10,000 അങ്ങനെയൊക്കെ നാടൻ കോഴി വളർത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. സക്സസ് ആക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും, അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റണം. സെയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ 150 പോയിട്ട് 50 രൂപ ചിലപ്പോൾ നമുക്ക് ഈ കോഴിക്കുഞ്ഞിന് കിട്ടണമെന്നില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ നാടൻ കോഴി ആകുമ്പോൾ നമുക്ക് മാക്സ് ഒരു 10, 20, 50 ആകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സൈഡായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഈ BV3 പോലെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നാടൻ കോഴി വളർത്തുന്നതിനെപ്പറ്റി എനിക്കും അതിനെപ്പറ്റി വലിയ ഐഡിയ സത്യം പറഞ്ഞാൽ എനിക്കും ഇല്ല. കാരണം അങ്ങനത്തെ ഒരു വലിയൊരു ഫാം 10,000-20,000 കോഴീനെ നാടൻ കോഴി മാത്രമായിട്ട് വളർത്തുന്ന ഫാം ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ആരെങ്കിലും അറിയുന്നതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ BV3 ആകുമ്പോൾ നമുക്ക് 20,000, 30,000, 50,000 എത്ര വേണ്ടിക്കും നമുക്ക് ആ കേജ് സിസ്റ്റത്തിൽ വളർത്താം. ഈ മുട്ട ഉൽപ്പാദനം അങ്ങനെയാണ് ഇത്രയും ഹൈ ലെവലിൽ നമുക്ക് മേലോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. കാരണം ഇത്രയും മുട്ടക്കോഴി നമ്മൾ എന്ന് പറയേണ്ട വളർത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്രയും നല്ല രീതിയിലുള്ള മുട്ട ഉൽപ്പാദനം കിട്ടുള്ളൂ. ഓക്കെ, ഇതിപ്പം നമുക്ക് വെച്ചാൽ വെറും 10 കോഴിയിൽ നിന്ന് 770 ഉണ്ടെങ്കിൽ വെറും 10 കോഴിയിൽ നിന്ന് നമുക്ക് ഈ 770 രൂപ നമ്മൾ ലാഭം പറഞ്ഞത്. ഇനിയിപ്പം നമ്മൾ ഇപ്പോൾ ഒരു 1000 കോഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ തരക്കേടില്ല, ലാഭം മേലോട്ടേക്ക് പോകും. അപ്പോൾ ഈ ഒരു കണക്കെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു BV3 കോഴിക്ക് നമ്മൾ ഒരു ദിവസം 110 ഗ്രാം തീറ്റ, അതിൽ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ ഒരു 10 കോഴി നമുക്ക് അറിയാലോ, 10 കോഴിയുള്ളൊരു കൂട്ടുന്ന ഒരു 8 മുട്ട, അതിപ്പോൾ 1000 കോഴിയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഏകദേശം ഒരു 750-800 മുട്ട കിട്ടണം. ഇപ്പം 10,000 വരെ 7,500-8,000 കോഴി മുട്ട കിട്ടണം. അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് മുട്ടയുടെ കണക്ക് സെല്ലിംഗ് പ്രൈസ് ഒരു 8 രൂപ 9 രൂപ ഒക്കെ വെച്ച് കൊടുത്തിട്ട് അത് എത്ര പ്രോഫിറ്റ് കിട്ടും നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. അതാണ് ഈ മുട്ടക്കോഴിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ലാർജ് ക്വാണ്ടിറ്റി നമുക്ക് വളർത്താൻ പറ്റും. പക്ഷേ നാടൻ കോഴി അതിനൊരു ലിമിറ്റ് ഉണ്ട്. കാരണം വെച്ചാൽ ആ കുഞ്ഞുങ്ങളെ നമുക്ക് സെയിൽ ചെയ്യേണ്ടിക്കുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ. കാരണം മുട്ടക്കോഴികളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വിറ്റഴിച്ച് പോകുന്നത്. കാരണം വെച്ചാൽ മുട്ടക്ക് അത്ര ആവശ്യക്കാരുണ്ട്. ഈ പറഞ്ഞ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ എല്ലാവരും എന്ന് വെച്ചാൽ മുട്ട കഴിക്കുന്നതാണ്. അപ്പോൾ നാടൻ കോഴീനെ എടുക്കുന്ന അത്രയും ലെവലുള്ളൊരു മുട്ടയുടെ പ്രൊഡക്ഷൻ നമുക്ക് ഏതായാലും കിട്ടില്ല. അത് 100% കറക്റ്റാണ്. നമ്മൾ മുട്ടക്കോഴി എന്ന് വെച്ചാൽ ഡെയിലി മുട്ടയിടും. ഇതുപോലെ നാടൻ കോഴിയെ പോലെ അടയിരിക്കൂല, അങ്ങനത്തെ പ്രശ്നമില്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് മുട്ടയിട്ടേണ്ടിയിരിക്കും. പക്ഷേ നാടൻ കോഴീൻ്റെ മുട്ട എന്ന് വെച്ചാൽ അത് അതിൻ്റെ കുറച്ച് ന്യൂട്രീഷൻ വാല്യൂ കുറച്ച് കൂടുതലായിരിക്കും. നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ഏറ്റവും നല്ലത് നാടൻ കോഴി തന്നെയാണ്, അതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് മുട്ട വേണമെങ്കിൽ അതിന് നമ്മൾ മുട്ടക്കോഴിയെ തന്നെ വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ അനുഭവം അതൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കമൻറ്റായിട്ട് ഇവിടെ വീഡിയോക്ക് താഴെ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കൂടാതെ നമ്മൾ ഓൾ കേരള ലെവൽ നമ്മൾ മുട്ടക്കോഴികളെ പിന്നെ നാടൻ കോഴികളൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.